അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അലിഗേറ്റർക്കാരനെ ഫീഡ് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ഫീഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് നമ്മൾ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾക്ക് ചിക്കൻ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ അലിഗേറ്റർക്കാരൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കാർ പോർച്ചിലുള്ള ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിയുടെയും ഫീഡിങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിയുടെ വാട്ടർ ചേഞ്ച് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഫീഡിങ് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ ടാങ്കിൽ അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യാം. ഇതുപോലെ ചിക്കൻ ഫീഡ് ചെയ്യുന്നൊരു വീഡിയോ ജയൻറ്റ് ഗോരാമിക്ക് നമ്മൾ ചെയ്യുന്നത് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആലിഗേറ്റർക്കാർ നല്ല രീതിയിൽ തന്നെ ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ചിക്കൻ്റെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്നതാണ്, സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഫീഡ് ചെയ്താൽ മതി, പ്രത്യേകിച്ച് മഴക്കാലത്ത്. വേനൽക്കാലത്താണെങ്കിലും 2 തവണ എന്നുള്ള ആ ഒരു പോളിസി തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഈ 2 തവണ എന്ന് പറയുന്നത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ഫീഡിങ്ങിൻ്റെ പാറ്റേൺ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ഓരോ ഫീഡിങ്ങിൻ്റെ ഇടയിലും അത്യാവശ്യം ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 ഡേയ്സ് 3 ദിവസമെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് അത് ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആയി പോകുന്നത്. അതേസമയം നമ്മൾ ഇതുപോലത്തെ ഫിഷ് ഐറ്റംസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേംസ്, നമ്മുടെ മണ്ണിരകൾ, ഏതെങ്കിലും വേംസ്, അല്ലെങ്കിൽ ലാർവ, BSF ലാർവ പോലുള്ള സംഭവങ്ങൾ, പിന്നെ നമ്മൾ ചെറിയ ലൈവായിട്ടുള്ള ഫിഷുകൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വലിയ നല്ല മാംസമൊക്കെയുള്ള ഫിഷിൻ്റെ മാംസം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചെമ്മീൻ, ഇത്തരം സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കില്ല അത് ഡൈജസ്റ്റ് ആവാനായിട്ട്. 1-2 ദിവസമൊക്കെ മാക്സിമം, അതുകൊണ്ട് അത് ഡൈജസ്റ്റ് ആയി പൊക്കോളും. 2 ദിവസമൊന്നും എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. മഴക്കാലത്ത് ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊക്കെ അത് ഡൈജസ്റ്റ് ആയി പോകും. എന്നാൽ ചിക്കൻ അങ്ങനെയല്ല, നല്ല ഹാർഡായിട്ടുള്ള മീറ്റ് ആയതുകൊണ്ട്, ഹാർഡായിട്ടുള്ളതെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഫിഷിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള മീറ്റാണ്. അപ്പോൾ അത് ഡൈജസ്റ്റ് ആവാനായിട്ട് ഒരു 2-3 ദിവസം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് തീരും. പിന്നെ വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. നമ്മൾ ബാക്ക് ടു ബാക്ക് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതായത് ഓൾറെഡി അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന സാധനം ഡൈജസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ പിന്നെയും ഫീഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഡൈജഷൻ്റെ പ്രോബ്ലം വരും. ഈ മോൺസ്റ്റർ ഫിഷുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റ് വീഡിയോകളിൽ, യൂട്യൂബിൽ തന്നെ മറ്റ് വീഡിയോകളിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ഫീഡിങ്ങിൻ്റെ പ്രോബ്ലം തന്നെയാണ്. പിന്നെ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസുള്ള നമ്മുടെ റെഡ് ക്യാറ്റ് ഫിഷും അതുപോലെ തന്നെ ഹൈബ്രിഡ്, അതായത് നമ്മുടെ ഷവൽനോസും റെഡ് ക്യാറ്റ് ഫിഷും കൂടിയുള്ള ഒരു ഹൈബ്രിഡ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ സൈസ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 ഫീറ്റിനടുത്തുള്ള 2 എണ്ണമാണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഡെഡായി പോയിട്ട് പറയുന്നത്. ഓവർ ഫീഡൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ആ വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ടാങ്കിനകത്ത് 2 എണ്ണവും ഡെഡായി കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെയും മീനുകളെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇത് 2 എണ്ണം ഡെഡായി കിടക്കുന്നുണ്ട്. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. വെള്ളം നോക്കുമ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കാരണം ഇത് ഔട്ട്ഡോർ ടാങ്ക് അല്ല, ഒരു റൂമിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ടാങ്കാണ്. സംഭവം വെള്ളം ക്ലിയർ ആണ്, പക്ഷേ ഡെഡായി പോയിട്ടുണ്ട്. എയറേഷൻ്റെ പ്രോബ്ലം ആണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ മുമ്പ് പലതവണയും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ മീനിനെ വളർത്തുമ്പോഴും അതുപോലെ നാച്ചുറലായിട്ട് ഔട്ട്ഡോർ ടാങ്കുകളിൽ, സൺലൈറ്റ് അടിക്കുന്ന ടാങ്കുകളിൽ വളർത്തുന്നതും രണ്ടാണ്. അതായത് നാച്ചുറൽ ടാങ്കുകളിൽ, അല്ലെങ്കിൽ സൺലൈറ്റ് അടിക്കുന്ന ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ പല കാര്യങ്ങളും നാച്ചുറലായിട്ട് നടക്കും. അതേസമയം ഇതുപോലെ റൂമിനകത്തൊക്കെ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ലൈറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് നാച്ചുറലായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് തന്നെ കൊടുക്കാം. എയറേഷൻ, ഫിൽട്രേഷൻ, ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും, ലൈറ്റിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് നമുക്കറിയില്ല, കാരണം വെള്ളത്തിൽ ഈ അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റ് ഒക്കെ സ്പൈക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് നമ്മൾ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം. ഇതുപോലെ നമ്മൾ നാച്ചുറൽ അല്ലാത്ത ടാങ്കുകളിൽ, ഇൻഡോർ, ഇപ്പോൾ അക്വേറിയങ്ങളിലൊക്കെ ഈ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അക്വേറിയങ്ങളിൽ നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും ആർട്ടിഫിഷ്യലായിട്ട് തന്നെ കൊടുക്കണം. ലൈറ്റ് ആണെങ്കിലും എയറേഷൻ, ഫിൽട്രേഷൻ, എല്ലാ കാര്യങ്ങളും ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ വളർത്തുന്നത് മീനുകളുടെ ആ ഒരു ഡെത്ത് റേറ്റ് ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും, ഡെത്തായി പോകുന്നത് കുറവായിരിക്കും, ചത്തുപോകുന്നത് കുറവായിരിക്കും. ഇൻഡോർ ആണ് എപ്പോഴും ഡെത്ത് റേറ്റ് കൂടുതൽ വരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കണം. പക്ഷേ അവിടെ ആ കൊടുക്കുന്നതിൽ പല ആൾക്കാരും ഫെയിലാവുകയാണ് ചെയ്യുന്നത്. അതായത് ചെയ്യാനായിട്ട് മറന്നു പോവുകയോ ഡിലേ ആവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പണി കിട്ടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മീൻ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കണ്ടീഷൻ ആവുക എന്നുള്ളത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, വെള്ളം കണ്ടീഷനായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അതായത് വെറുതെ വെള്ളം ഇങ്ങനെ ക്ലിയർ ആയിട്ട്, ഇപ്പോൾ ഈ ഒരു ടബിൽ, ഈ ഒരു ക്രേറ്റിനകത്ത് നിങ്ങൾ കണ്ടില്ലേ, വെള്ളം ക്ലിയർ ആണ്, നമ്മൾ ആഴ്ചയിൽ ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
വെള്ളത്തിനകത്ത് വെള്ളത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അറിയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മീനുകളെയൊക്കെ ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ ഫീഡ് ഒരിക്കലും ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ച് ആണ്. എയറേഷനും ഫിൽട്രേഷനും കൊടുക്കുന്നില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള വാട്ടർ ചേഞ്ച് ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് എയറേഷനും കൊടുക്കുക, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിൽട്രേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതുപോലെ മീനുകൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇതുപോലെ നമ്മൾ മീറ്റ് ഇവർ കഴിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടില്ലേ അത് കഴിക്കുമെന്ന് നമുക്കറിയില്ല. അത് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് മാറ്റും. അപ്പോൾ അതിപ്പോൾ കഴിക്കുന്നില്ല കണ്ടില്ലേ, അപ്പോൾ അത് അതിന് മതിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റാൻ നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റണം എന്നല്ല, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടും അത് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു നെറ്റ് ഉപയോഗിച്ച് കോരി പുറത്തേക്ക് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് അമോണിയ കാര്യങ്ങളെല്ലാം ഫോം ചെയ്യാനായിട്ട് കാരണമാവും. പിന്നെ ഈ അലിഗേറ്റർ കാരണം നമ്മൾ വാങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെയുള്ളത് പോസിറ്റീവാണ്. കെയർ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വാട്ടർ ചേഞ്ചും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.